ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ചെറിയ ടൂർ പോവുകയാണ് കേട്ടോ. നമ്മുടെ മക്കൾ കുറേ ദിവസമായി പറയണം എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നു. സ്കൂൾ പൂട്ടിയിട്ടൊന്നും നമ്മൾ എപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ടൂർ പോകാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ നെല്ലിയാമ്പതിക്കാണ് പോണത്. പിന്നെ നെല്ലിയാമ്പതി പോയി വരുന്ന വഴി നമ്മുടെ നെമ്മാറ പെറ്റ്സ് പാർക്ക് ഉണ്ടല്ലോ, അതും ഒന്ന് ഇവരൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ആ പാമ്പിനൊക്കെ കഴുത്തിലിരുന്ന് കണ്ടിട്ട് അതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ, നമ്മൾ അതിലാണ് അപ്പം ഒന്ന് പോകണത്. കുറേ ആയിട്ടോ നമ്മുടെ മക്കളേനൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പം മക്കളൊക്കെ ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ. ആദ്യം തന്നെ അമ്മ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഏട്ടനൊക്കെ പറഞ്ഞ് സെറ്റാക്കി, പിന്നെ അമ്മയും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടുമണി ഉണ്ടല്ലോ, നമ്മൾ പോണത് നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ കുട്ടോന്ന് വിളിച്ചപ്പോഴേക്കും ഉള്ളിക്ക് കയറിയിട്ട് കുട്ടു ഞാനും വരണുണ്ട് എന്ന് മട്ടിലാണ് കേട്ടോ. ആളും ഭയങ്കര ഇതിലാണ് നിൽക്കണം. വാലക്കാട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ഭയങ്കര ഇതിലാണ് നിൽക്കണം കേട്ടോ. ആൾക്കും വരണം എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുട്ടു വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് നേരെ പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ ഇറങ്ങിയത് കേട്ടോ. നമ്മൾ ഫുഡൊന്നും രാവിലെ വെച്ചിട്ടില്ല, ചായ ഒന്ന് ജസ്റ്റ് വെച്ച് കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും കഴിക്കാണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കളാണെന്ന് കാശിക്കുട്ടനാണെന്ന് വണ്ടി കയറിയതും ഛർദ്ദിക്കാൻ വരണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലിയാണ്, ഞാൻ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞ് ഇഡ്ഡലി കഴിച്ചു. നമ്മളെ അമ്മ കണ്ണനും കൂടി ഭൂരി കഴിച്ചു കേട്ടോ. കാശിക്കുട്ടന് രാവിലെ നേരം വിളിച്ചപ്പോൾ തന്നെ പൊറോട്ട വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക കേട്ടോ. അവരാണെന്ന് അവിടെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ലേ, ഉണ്ടാക്കി കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആശാനിരിക്കുന്നത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് അത് വന്നു കേട്ടോ. അപ്പോഴേക്കും അവരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. കാശിക്കുട്ടനാണെന്ന് വെച്ചാൽ വണ്ടി കയറി അവൻ ഛർദ്ദിക്കും. അപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലും എന്നാൽ മേടിച്ച് കൊടുക്കുന്നത് അതന്നെ മേടിച്ച് കൊടുക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും കാശിക്കുട്ടനും ഫുഡൊക്കെ കഴിഞ്ഞ് ഇത്തിരി ലേറ്റായിട്ട് വന്നിട്ട് അവൻ ഫുഡ് കഴിക്കാൻ ഇത്തിരി ലേറ്റായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. കാശിക്കുട്ടനാണെന്ന് വെച്ചാൽ വണ്ടി കയറി അപ്പോൾ വയറ് മറിയണു, വയറ് വേദനിക്കണു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ല വൈബാണ് കേട്ടോ. അവിടേക്ക് എത്തുന്തോറും നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ, രണ്ട് സൈഡ് പാടവും മലകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും നമ്മൾ പോത്തുണ്ടി ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തോറും. രാവിലെ തന്നെ ഇന്ന് നല്ല മഴയായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. എന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു, ഒന്ന് ചാറിലൊക്കെ നിന്ന്. പിന്നെ അവിടെ നിന്ന് പകുതി എത്തിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് അവിടെ എത്തുന്തോറും നെല്ലിയാമ്പതി എത്തുന്തോറും മലയൊക്കെ കാണാൻ തുടങ്ങിയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ദൂരെ നിന്ന് തന്നെ കാണാൻ എന്ത് രസമാച്ചിട്ടാണോ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ. എന്ത് രസമാച്ചിട്ടറിയോ കാണാൻ. നമ്മളിവിടെ പോയിട്ട് കുറേ കേട്ടോ. കണ്ണനൊരു 1.5 വയസ്സിലുമ്പോൾ പോയായിരുന്നു. അതിന് മുന്നേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആ പുതുമോടിയിലേക്ക് ഒരു 2 വട്ടം പോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടില്ലേ, കുറേ ആയി പോയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങൾ, ഇടയ്ക്കിൽ നമ്മൾ സിംഹവാലം കുരങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ കുരങ്ങന്മാരെ കാണുന്നുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വഴിയെ വരുവേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാടൻ ആ ട്രോള് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ അല്ലേ ഭയങ്കര കൂളിങ് ആട്ടോ. ഈ മരത്തിൻ്റെയൊക്കെ തോന്നുന്നു ഭയങ്കര കൂളിങ് ആട്ടോ. മക്കളൊന്നും വലുതായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ അമ്മ ഇങ്ങോട്ടൊന്നും അമ്മ അമ്പല ദർശനമൊക്കെയാണ് അധികം പോവുക. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വയ്യ, ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്പലങ്ങളൊക്കെ പോയി തൊഴുക അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ വരാം. അപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിന് വണ്ടി നിർത്തി നമ്മളവിടെ ഇറങ്ങി. കുറച്ച് പേരൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കുത്തൊഴുക്കൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കൂട്ടത്തിൽ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഇല്ലെങ്കിൽ അത് ഓടി വന്ന് കയ്യിൽ നിന്ന് പറിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കൊടുക്കണമുണ്ട്, ഇല്ലെങ്കിൽ അത് വിടണമില്ല കേട്ടോ ആൾക്കാരേനെ. നല്ല രസമുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അവിടെ. കാറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുറേ പേര് ഫുഡൊക്കെ അതിന് കൊടുത്തിരുന്നു, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അമ്മ അതിനെ കണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ അവർ കുറച്ചങ്ങോട്ട് മാറിപ്പോയി, കയ്യിലൊന്നും ഇല്ല താനും. അങ്ങനെ ഏട്ടാ വണ്ടിയൊക്കെ എടുത്ത് വന്ന് നമ്മളവിടെ നിന്ന് നീങ്ങാണ് കേട്ടോ. ഇനി വേറെ വല്ല വ്യൂ പോയിന്റ് കണ്ട നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി. അവിടെ നിന്ന് നേരെ വന്ന് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് കണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറേ പേര് അവിടെ ഐസ്ക്രീം പല സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ ആനേക്കിനൊക്കെ തിരഞ്ഞിട്ട് ആനേനൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു വിൽക്കണ ഒരു ചേട്ടൻ നമ്മളടുത്ത് വന്ന് പറഞ്ഞു,
കാട്ടുപോത്തുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനെ കാണിച്ച് ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ ആ ചൂട് അറിയണില്ല, ആ കാറ്റ് കാരണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ വ്യൂ പോയിന്റ് നമ്മൾ വണ്ടി എടുത്തു കേട്ടോ. പിന്നെ ഈ പോണത് നേരെ നെല്ലിയാമ്പതി മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും നമ്മുടെ വായയും മൂക്കൊക്കെ ഇങ്ങനെ കൊട്ടി അടയ്ക്കും. ഭയങ്കര ചെവിയൊന്നും കേൾക്കാത്ത പോലെ ആവും കേട്ടോ. നമ്മുടെ കാശിക്കുട്ടനാണെന്ന് വെച്ചാൽ നല്ല ഉറക്കം കിട്ടും. ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ അവൻ എന്തായാലും ഛർദ്ദിക്കും. കാരണം അവന് വെള്ളവും വേണ്ട, ഒന്നും ബിസ്ക്കറ്റൊക്കെ മേടിച്ചു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടും ഇല്ല കേട്ടോ. രാവിലെ കഴിച്ചതൊക്കെ ഛർദ്ദിച്ചും പോയി. ഭയങ്കര ക്ഷീണമുണ്ട് കുട്ടിക്ക്. അത് കാരണം ഇടയ്ക്കുള്ള ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ഒന്ന് നീപ്പിക്കും, വീണ്ടും അവൻ കിടക്കും. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടോ. ഒരുവിധം ഓക്കെ ആയി എന്ന് വിചാരിക്കുക കാശിക്കുട്ടൻ ഒന്ന് പുറത്തിറങ്ങി നടന്നാലൊക്കെ അവന് വലിയ പ്രശ്നമില്ല കേട്ടോ. വണ്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടുമ്പോൾ ഉള്ളിലിരിക്കുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനും കണ്ണനും ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അമ്മ ഒരു ചായയും കുടിച്ചിട്ടു. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചായക്കടയൊക്കെ കണ്ടായിരുന്നു. പിന്നെ കാപ്പി ചായല അങ്ങനെ ഉള്ള കടയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോട ഇറങ്ങിയിട്ടോ. എന്തു രസാച്ചിട്ടാ കാണാൻ. നമ്മൾ മഞ്ഞ് മൂടിയതുപോലെ ആയിട്ടോ. എന്തൊരു രസാച്ചിട്ടാ കാണാച്ചിട്ടാ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്ന മുഹൂർത്തമൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത് കാണാതെ പോയി ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മളവിടെ നടന്നു കേട്ടോ. എല്ലാവരും മുഖത്തൊക്കെ കണ്ടതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മഴയൊക്കെ മാറി കോടയൊക്കെ വന്നു കഴിഞ്ഞതും നമ്മളവിടെ നിന്ന് നേരെ പോയത് പിന്നെ വ്യൂ പോയിന്റ് കാണാനാട്ടോ. അമ്മയ്ക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കാലുവേദന തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം കേട്ടോ. കുറേ ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ആ മലയുടെ മുകളിലുള്ള വ്യൂ പോയിന്റ്. നമ്മളൊരു കേരളത്തിലേക്ക് ഭൂപടത്തേക്ക് നോക്കിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഇത് താഴത്തേക്ക് നോക്കുമ്പോൾ. നല്ല രസമാണ് ഓരോന്നും കാണാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ജെണ്ട എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ മീതെ മക്കൾ കയറി നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ അവർ രണ്ടുപേര് കയറ്റി നിർത്തിയേക്കണ് അത് കാണാൻ വേണ്ടിയിട്ട്, ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു അച്ഛാ എനിക്കിപ്പോൾ നല്ല പോലെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നേരെ നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നടന്നു വരികയാണ് ഇനി. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കേട്ടോ. അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനെ നമ്മുടെ പെറ്റ്സ് പാർക്കിലേക്ക് പോകേണ്ട തിരക്കിലാണ്. എപ്പോഴേ എത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ അനിച്ചത് കാപ്പീൻ്റെ ഇലയാണ് പൊട്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് പൊട്ടിക്കണ്ട അമ്മ, ആൾക്കാർ കണ്ട് ചീത്ത പറയുന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കുക ഒരെണ്ണം എന്താ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഒന്ന് കൈയിട്ടതാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പിന്നെ പൊട്ടിച്ചില്ല. പിന്നെ അച്ഛനും മോനും മുന്നേ നടന്നു പോകണം കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ വീഡിയോ എടുത്തതാണ്. നമ്മുടെ കണ്ണനൊക്കെ വലിയ കുട്ടിയായി. കാശിക്കുട്ട ഓടിപ്പൊക്കുമെന്ന് പറഞ്ഞാൽ അവരെ വെട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. ഈ വീട് ഭയങ്കര രസമാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ പാടം ഉണ്ട്, അതുപോലെ തന്നെ പാറ ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ആ വീട്. അതിൻ്റെ തേയിലത്തോട്ടം. അത് ഭയങ്കര ശരിക്കൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും കോട ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അത് നമ്മൾ എടുത്തു. അത് നമ്മളവിടെ മിസ് ചെയ്തില്ല. എന്തായാലും വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ ഭയങ്കര രസമായിരുന്നു. അതായാലും ആ ഒരു ഇത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തട്ടെ എന്ന് പറഞ്ഞ് ഫുഡൊന്നും കഴിച്ചായിരുന്നില്ല. നെമ്മാറ വന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും മേടിച്ചത് ബിരിയാണി ഉണ്ട്. എല്ലാവരും ചിലർ ബീഫ് ബിരിയാണി മേടിച്ചു, ചിലർ ചിക്കൻ ബിരിയാണി മേടിച്ചു കേട്ടോ. നമ്മുടെ കാശിക്കുട്ടനാണെച്ചാൽ ഒന്നും വേണ്ട പറഞ്ഞ, അവൻ ഛർദ്ദിക്കാൻ വരും, ഒന്നും വേണ്ട പറഞ്ഞ് അവിടെ നേരെ പോയി പെറ്റ്സ് പാർക്കൊക്കെയാണ് കേട്ടോ. എന്നാലും ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഉഷാറൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കാശിക്കുട്ടനെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ് കേട്ടോ. നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു, നേരെ ഉള്ളിൽ കയറി കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് 200 രൂപയായിരുന്നു കേട്ടോ. കാശിക്കുട്ടാ
ഇങ്ങോട്ടാക്ക് അമ്മേ നോക്ക് അമ്മേ നോക്ക് ചേട്ടാ ചേട്ടാ അവിടുന്ന് നേരെ വന്ന് നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ. പാർക്ക് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, എന്നാലും കുറച്ച് സാധനം കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മ വേഗം വന്നിട്ട് ആ ഊഞ്ഞാലയിൽ വന്നിരുന്നു കേട്ടോ. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. നമുക്ക് അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും വരാത്തൊരാളാണ്. നമ്മൾ വിളിച്ച കൂടി ഞാനില്ല, നിങ്ങൾ പോയിട്ട് വരും എന്ന് പറയും. ഈ ബൈക്കിൽ സ്ഥലമില്ല, ഞാനില്ല, നിങ്ങൾ പോയിട്ട് 4 പേരും പോയിട്ട് വരിക. അധികമൊന്നും അമ്മ നമ്മളെ കൂടെ വരില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ വരാൻ അത് വന്നിരിക്കാൻ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം അമ്മ ഊഞ്ഞാലിൽ വന്നിരുന്നപ്പോൾ ഏട്ടൻ ആട്ടിക്ക് കൊടുത്തു. ഒരുപാട് നേരം അതിൽ ഇരുന്നു കേട്ടോ. ഉണ്ണിയേട്ടൻ ആട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും കാണുമ്പോൾ ഒരുപാട് ഞാൻ ഏട്ടന് ഊഞ്ഞാലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഉണ്ണിയേട്ടാ നിങ്ങൾ വന്ന് നിന്നിട്ട് ഊഞ്ഞാൽ ആടറില്ല. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ പറയുന്നുണ്ട്, നീ വന്ന് നിന്നിട്ട് ഇത് ആടാത്ത് കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ഉരസി കളിക്കട്ടെ. കണ്ണൻ നേരെ ഇറങ്ങി ആ കിടക്കണടത്ത് നല്ല ചളിയാണ് കേട്ടോ. കാശിക്കുട്ടൻ നല്ല വീഴ്ചയാണ് വീണത്. വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ചളിയിൽ വീണിട്ട് ട്രൗസറിൽ മൊത്തം ചളി കേട്ടോ. ആശ നല്ലൊരു തരികട കാണിച്ചിട്ട് വന്നത്. 2 ട്രൗസർ ഇട്ടിട്ട് വന്നേക്കണ്. അപ്പോൾ മുകളിലത്തെ ട്രൗസർ കൊണ്ട് ഊരി, അടിയത്തെ ട്രൗസർക്ക് ആയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നന്നായി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അടുത്ത ട്രൗസർ ഒരു റെഡ് കളർ ട്രൗസർ ഇട്ടിട്ടാണ് നടക്കുന്നത്. മറ്റേത് നമ്മളത് ഊരി വെച്ച് ചളിയായിട്ട്. അപ്പം അങ്ങനെ ഓരോന്നും പറയുകയാണ് കേട്ടോ. അവിടെ കുളമുണ്ട്, കുളത്തിൽ ഭയങ്കര തോനെ മീനുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ മുന്നേ വീട്ടിലൊക്കെ ഫിഷൊക്കെ വളർത്തിയിരുന്നു കേട്ടോ, എന്നെ ടാർപ്പായൊക്കെ ഇട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനങ്ങനെ പറയാം, നമ്മളെ വീട്ടിൽ നിന്ന് വളർത്തിയ മീനൊക്കെ അല്ലേ എന്ന് പറയട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അവിടെ ആടുണ്ട്, പശുവുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒട്ടകം, കഴുത, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാനാണ് കേട്ടോ ആദ്യം കുതിരയുടെ മുകളിൽ കയറാൻ നിന്ന്. എനിക്ക് പേടിയായിട്ട്, അതിന് മിന്തയ്ക്ക് കയറാൻ പേടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ അടുത്ത് കയറുന്ന ഉണ്ണിയേട്ടനാണ് കേട്ടോ. ഉണ്ണിയേട്ടൻ സെറ്റായിട്ട് കയറി അതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നത്. നമ്മുടെ പഴശ്ശിരാജാരും മമ്മൂട്ടി ഇരിക്കണ പോലെ ആശാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഒരു വട്ടം റൈഡ് പോയിട്ട് വരാമെന്നൊക്കെ നമ്മുടെ അടുത്ത് പറയണത്. അങ്ങനെ ഒരു വട്ടം അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വന്നു കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടൻ പോയി വന്നിട്ട് ഞങ്ങളോട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷം നേരെ നമ്മൾ പോയി അപ്പുറത്തൊരു കിളികളുടെ ഒരു കൂട് തന്നെ, ഒരു കൂമ്പാരം തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണമെച്ചാൽ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല പഞ്ചവർണ്ണത്തത്താന്നൊക്കെ പറയില്ലേ, എന്താ അതിൻ്റെ പേരെന്നൊന്നും അറിയട്ടോ. പക്ഷെ പലതരം കളർ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തരും കേട്ടോ. അപ്പോൾ ഒരു വിത്താണ്, പക്ഷെ അതിങ്ങനെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇരിക്കും, കയ്യിലിരിക്കും. കിളികൾ ഏട്ടൻ്റെ തോളിലൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, തോളിലിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ്റെ കൈക്ക് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നു കേട്ടോ. കാശിക്കുട്ടന് ഭയങ്കര പേടിയൊന്നുമില്ല. നമ്മുടെ കണ്ണനാണെങ്കിൽ ഒന്നിലും കയറിയിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, ഒന്നും വേണ്ട. അവന് ഭയങ്കര പേടിയാണ്. കണ്ണൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. പോയി വരികയാണ് നമ്മളവിടെ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.